വേണ്ടോ മുതലേൻ്റെ തോലുകൊണ്ടുള്ള ബ്രേസ്ലെറ്റ്. അത് നടക്കാം. ഒരു നല്ലൊരു ആഫ്രിക്കൻ മാർക്കറ്റാണ് ഈ സാധനം. ചന്ദ്രബിക്ക് പേടിയാവുന്നുണ്ട് ഇപ്പൊ തന്നെ. ഇത് മൊത്തം ഓസ്ട്രിച്ചിന്റെ ഒക്കെയാണ്. ഉണ്ടോ മത്തങ്ങയുടെ ഉള്ളിൽ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആട്ടോ. അവർക്ക് ഇതിൻ്റെ ഇവിടെ മുഴുവൻ ഇലക്ട്രിക് ലൈൻസ് ഉണ്ട്. അതാണ് നമുക്കൊരു കോല് കിട്ടിയിട്ടുണ്ട്. കോലും വെച്ച് തള്ളി തള്ളി നമ്മൾ പുറത്തേക്ക് പോകുന്നതായിരിക്കും. ആ ചീരത്തോട്ടം എത്തിയിട്ടാ. ചീരത്തോട്ടം വേണ്ട, ഇത് മുഴുവൻ സ്പിനാച്ചാണ് സംഭവം ഇവിടെ നട്ടതൊക്കെ. നോക്ക്, ഈ ഏരിയ മൊത്തം ഇവർ നനച്ച് നല്ല ഉഗ്ര ചീര കൃഷി ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ ഈ ചീര ഉണ്ടോ? ഇവിടെ ഈ ജാതി മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ളത്തോളം ഇങ്ങനത്തെയാണ് കൂടുതൽ. സ്പിനാച്ച് ഇവിടെ ഇതാണ് ആ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞൊരു കുളം ഉണ്ടെന്ന്. കുളമല്ല, ഇവർ കുത്തിയ കുളം. ഇതിൽ നിന്നാണ് ഈ സ്ഥലത്തേക്കുള്ള വെള്ളം മുഴുവൻ അടിക്കുന്നത് കേട്ടോ. പക്ഷെ ഇതിലേക്ക് വെള്ളം എങ്ങനെ വരും അറിഞ്ഞൂടാട്ടാ. ആ റെഡി പടക്കാളി ഞണ്ടിൻ ചങ്ങി പോക്കി ഇപ്പൊ ആർക്കൊക്കെയോ അടി കിട്ടും ഇപ്പൊ മൊത്തത്തിൽ. ഭയങ്കര ഒരു മാർഷ്യൽ ആർട്ട് എക്സ്പെർട്ട് തന്റെ കുഞ്ഞിനെ മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഒടുക്കത്തടിയായിരിക്കും. ഇവിടെ നിന്നെ ആരെങ്കിലും ആക്രമിച്ചാൽ വന്നാൽ പാടിയെടുത്ത് തേയിച്ച് ആദ്യം ഒരു വീശു മതി. നമ്മളിവിടെ ബ്രെഡ് പിസ്സ ഉണ്ടാക്കാന്ന് വിചാരിച്ച്, കാരണം എളുപ്പമാണ്. ഈ ചിക്കനൊക്കെ നമ്മൾ ഓൾറെഡി ചിക്കൻ ബ്രസ്റ്റ് വേവിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. നമ്മളിതിനിട്ട് ഗ്രില്ലറിലിട്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കാനാണ് ഇന്നത്തെ പരിപാടി. ഗ്രില്ല് ചെയ്യാൻ കൊണ്ടുപോകണം നമ്മൾ നമ്മുടെ ബ്രെഡ് പിസ്സേനെ. നമ്മൾ യൂഷ്വലി ഓവനിൽ വെച്ചിട്ട് അത് ഉണ്ടാക്കുക. പക്ഷെ ഇവിടുത്തെ ഓവൻ ഉണ്ടല്ലോ, ഗ്യാസ് ഓവനാണ്. അത് നമുക്ക് വലിയ പിടിയില്ല. അപ്പോൾ ഈ സാധനത്തിൽ നമുക്കിത് ഉണ്ടാക്കാമല്ലോ. കരിഞ്ഞു വെറുതെ ദൈവമേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വെക്കാം. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രില്ലായിട്ട് വരിക എന്നാണ് പ്രതീക്ഷ. അതാണ് ചീസ് അരിഞ്ഞിട്ടില്ല കേട്ടോ, സമയം എടുക്കും. അങ്ങനെ നമ്മളുടെ ബ്രെഡ് പിസ്സ ശരിയായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓവനിൽ വെച്ച് ചെയ്യുമ്പോണ്ടല്ലോ, ഈ ചീസൊക്കെ മുകളിൽ നിന്ന് ഹീറ്റ് വരുന്നതാണ്, നന്നായിട്ട് മെൽട്ടാവും. പക്ഷേ ഈ സാധനത്തിൽ വെച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നില്ല. പക്ഷേ നോട്ട് ബാഡ്, കുറച്ചലിഞ്ഞിട്ടുണ്ട്. ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലാണ്ട് നമുക്ക് ചെയ്യാം. ഇന്ന് നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ടാണ്. നമ്മൾ നമ്മുടെ സാധനങ്ങൾ മൊത്തം വാരിക്കൂട്ടി പോവാണ്. പോണ വഴിയിൽ കുറച്ച് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. നമ്മൾ അവിടെയും കൂടെ ഒന്ന് കയറി അതൊക്കെ ഒന്ന് കണ്ടിട്ട് തന്നെ പോവുള്ളൂ. നമ്മൾ എവിടെ നിന്ന് ഇറങ്ങാൻ പോവാ. ഞാൻ ജസ്റ്റ് നമ്മളിവിടെ ഒന്നും മറന്നു വെച്ചിട്ടില്ലല്ലോ നോക്കുകയാണ്. നമ്മുടെ പഞ്ചസാര കേട്ടോ, ഇതാടി കൊടുത്തു. ഇവിടെ പൂൾ ടേബിൾ ഉണ്ട്, നമ്മുടെ ബില്ലിയാർഡ്സ് ടേബിള്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇത് കളിക്കാൻ നോക്കിയിട്ട് ഏത് സമയം നോക്കിയാലും ഇവിടുത്തെ താമസിക്കുന്നവർ വന്നിട്ട് ഇത് കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി അടക്കം ഓൾമോസ്റ്റ് ഒരു 9 മണിക്കടക്കം നമ്മൾ ട്രൈ ചെയ്ത് ഇവിടെ കളിക്കാൻ പറ്റുമെന്ന്, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇതൊന്ന് ഫ്രീ ആയി കിട്ടുകയാണ്. അപ്പോൾ ടുട്ടു പറഞ്ഞത് കളിച്ചിട്ട് പോയത്. അപ്പോൾ നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്.
ചെക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഓണറിന് കണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഈ ഒരു കീ എടുത്തിട്ട് ഡ്രോപ്പ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പം ഞാൻ നോക്കിയായിരുന്നു അവിടുത്തെ പ്ലേറ്റ്സ്, ടവൽസ് ഇതൊക്കെ മിസ്സിങ് ആണെങ്കിലും അവർക്കത് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വീട് ലോക്ക് ചെയ്യുക, കീ കൊണ്ട് ഡ്രോപ്പ് ബോക്സിലിടാൻ പോകാത്രേ ഉള്ളൂ. ഇതെല്ലാം ഒരു ട്രസ്റ്റ് പ്രോസസ്സിലാട്ടോ മൊത്തത്തിൽ ഇവിടെ വർക്ക് ചെയ്യുക. ആക്ച്വലി നല്ലത് സത്യം പറഞ്ഞാൽ. നമുക്ക് ഓണേഴ്സിനും പ്രശ്നമില്ല. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയാലും ദേ ആർ ഓക്കെ വിത്ത് ഇറ്റ്. ഇതാണ് ഡ്രോപ്പ് ബോക്സ്. അതാട്ടാ ഡ്രോപ്പ് ബോക്സ്. ഗേറ്റ് അടക്കണേക്കാൾ മുന്നേ വേഗം പോയിട്ട് ഇറങ്ങണം ഇവിടെ നിന്ന്. നല്ല ഏരിയ ആയിരുന്നല്ലോ ആന്ധ്രപ്രദേശ്. നമുക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. വളരെ എല്ലാം ഉണ്ട് ഇവിടെ. നോക്ക്, ഇത്ര റിമോട്ടായിട്ടുള്ള ഒരു ഫാം സ്ഥലത്ത് വന്നാലും നമുക്ക് പൂൾ ടേബിള്, ഡാർട്ട് ബോർഡ്, ബാർബിക്യൂ ഫെസിലിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവര്. അവിടെ ഒരു റിവർ ഉണ്ട് ആക്ച്വലി ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ. പിന്നെ ഇവർക്ക് തന്നെ ടെന്റഡ് ക്യാമ്പും ഉണ്ട്. അവിടെ പോയി ജസ്റ്റ് റിലാക്സ് ചെയ്യുക, അത് മാത്രമേ ഉണ്ടാവും ഇവിടുത്തെ ഒരു കൾച്ചർ. നോക്കണേ, ബിസി ലൈഫിൽ നിന്ന് മാറിയിട്ട് എന്താ പറയുക, ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ നല്ലൊരു സ്ഥലം. നമ്മൾ കമേലിയൻ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്തി. ലയൺ ആൻഡ് ടൈഗർ പാർക്ക്, ഫാമിലി ഡെസ്റ്റിനേഷൻ. Ugly duckling job is there. Your destination is on the left. Oh, this looks big. Ugly duckling എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ടല്ലോ, ഭയങ്കര ആന്റിക്കും അങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് കിട്ടുന്ന സ്ഥലമാണ്. നമുക്ക് ഇവിടെയൊക്കെ തേരാപാരം നടക്കാം. ഒരു നല്ലൊരു ആഫ്രിക്കൻ മാർക്കറ്റാട്ടെ ഈ സാധനം. ചന്ദ്രബിക്ക് പേടിയാവുന്നുണ്ട് ഇപ്പൊ തന്നെ. നാഗവല്ലി വിൽ കം ഔട്ട്. ഐഷൂസ് നാഗവല്ലി ക്രാഫ്റ്റർ മാർക്കറ്റ്. ഇത് ഇവിടെ ഒരു ലോഡ് സ്റ്റാച്ചുകളുണ്ട്. ഇത് കണ്ടോ, സീബ്രാൻഡ് ഡിസൈനുള്ള ആനയാണ്. കണ്ടോ ആന. ഇത് ആക്ച്വലി കമേലിയൻ വില്ലേജ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആഫ്രിക്കൻ ക്രാഫ്റ്റ്സ് ആണ്. ആണോ, കമേലിയൻ വില്ലേജ് ആണ്. ഇത് ഭയങ്കര വലിയ മാർക്കറ്റാട്ടോ. ഒരു ലോഡ് സെക്ഷൻ ഉണ്ട്. പല തരത്തിലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങളാണ് ഇവിടെ മൊത്തം. Please, my darling, don't cry, my darling. The lion sleeps tonight. The lion sleeps tonight. What instrument is this? This one is a thumb piano. Thumb piano. Yes, it's a self-made instrument. Self-made. It's self-made instrument. Yes. Oh, ഈ ചേട്ടൻ ഉണ്ടാക്കി സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ആഫ്രിക്കൻ ഇൻസ്ട്രുമെന്റ് ആട്ടാ. തമ്പ് പിയാനോ എന്നാ പറയണേ. Can you play? I can play for you. Yeah. Sound was transferred from a xylophone. Xylophone. You know a xylophone, the one you play with the sticks. Yeah. So sound was transferred from a xylophone. Can play even iron started to be used in the black community. So this instrument was invented during Iron Age. Oh, okay. And it integrated Nice. 3 xylophones. Oh, ഇത് പുള്ളി തന്നെ xylophone സൗണ്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കിയതാട്ടോ. Way my way, way my way, way my way, way my way. In the jungle, the mighty jungle, the lion sleeps tonight. കമ്പി കൊണ്ട് ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ കുട്ടി കൊണ്ട് നടക്കില്ലേ, അതുപോലെ കമ്പി കൊണ്ട് ഉണ്ടാക്കിയ ജീപ്പാണ്. കണ്ടോ, see this. All this is handmade. പുള്ളിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. പുള്ളി ഭയങ്കര പാട്ട് പാടിക്കൊണ്ടിരിക്കുക. Mama, ഇത് can you please മത്തങ്ങ come and play? കൊണ്ടുള്ള ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റാ. നല്ല please come ഉഗ്രനായിട്ട് and പ്ലേ sit and play? ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ക്രാഫ്റ്റ് ഷോപ്സ് ആട്ടോ, നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. ഇതുണ്ട് ഇവിടെ ഫുള്ള് ഹാൻഡിക്രാഫ്റ്റ്സ് വർക്കുകളാട്ടാ. നമ്മളവിടെ പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഹാൻഡിക്രാഫ്റ്റ് ഇതാണ്ടോ, ഓസ്ട്രിച്ചിന്റെ ഒക്കെകള്. ഇത് പുള്ളിയുടെ ഷോപ്പാണ്. പുള്ളി എന്നെ ക്യാൻവാസ് ചെയ്തോണ്ടിരിക്കുക, വേഗം വാങ്ങി വാങ്ങി പറഞ്ഞു.
ഇത് കണ്ട ഈ ഷോപ്സ് മൊത്തം ഇതൊരു വലിയ ഏരിയ കേട്ടാ, കൊറേ എൻട്രൻസ് ഉണ്ട്. ഞാൻ ആക്ച്വലി ആദ്യത്തെ ഷോപ്പിലാ. ബ്രേസ്ലെറ്റ് ഇത് കെനിയന്റെ ഉള്ള മസായിസിന്റെ ടൈപ്പ് ബ്രേസ്ലെറ്റ് ചെയ്തിട്ടാ. ഇത് ഇൻഡബെല ട്രൈബ്. ഇൻഡബെല എന്ന് പറഞ്ഞ ഇൻഡബെല എന്ന് പറഞ്ഞ ട്രൈബിന്റെ വളയാണ്. ഇത് ആക്ച്വലി എൻ്റെ ഉണ്ട്, ഞാൻ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു ഓൾറെഡി. ഇത് കണ്ടോ ഇവിടെ ഒക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക സ്റ്റോൺ ആണത്. What stone is this one? Malachite. Malachite. Oh. അതുകൊണ്ട് ഇവർ ഉണ്ടാക്കിയത് വേണ്ട. പക്ഷെ നമുക്ക് ഇവിടെ വീട്ടിൽ വെക്കാനായിട്ട് സ്ഥലമൊന്നുമില്ല. ചന്ദ്രപ്പന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതൊക്കെ കൂടി വാങ്ങിച്ചു. ഇവിടെ കുറെ വാളകളും ഉണ്ട് കാണാം. എന്റെ നെയിലിന്റെ അതേ കളറാണ്. My nail and this thing is same color. നമ്മൾ ഈ കടയിൽ വന്നപ്പോഴേ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ചത്. ഇത് പിന്നെ ഈ തലയിൽ വയ്ക്കുന്ന സാധനങ്ങൾ, ഇത് പിന്നെ ഈ ഒരു കയ്യിൽ കണ്ടോ, കയ്യിൽ സെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ പുള്ളി എന്നെ ക്യാൻവാസ് ചെയ്ത് പിടിപ്പിച്ചു ആക്ച്വലി സ്പീക്കിംഗ്. ബട്ട് ലുക്ക് അറ്റ് ദ വർക്ക്, ബ്രില്യൻ്റ് അല്ലേ, അടിപൊളി സാധനം. പ്രോട്ടിയ ഫ്ലവറിൻ്റെ മുത്തോണ്ട് ഉണ്ടാക്കിയ വർക്കാണ്. You see this one, sister? I see you buy small thing for your child. This one will be. She won't wear it, that's a problem. Really? Yeah. ഇത് കണ്ട ഈ മാനിന്റെ കൊമ്പോണ്ട് ഉണ്ടാക്കിയ ബോട്ടിൽ ഓപ്പണേഴ്സ് ആണ് ഇതൊക്കെ. മൊത്തം ഇങ്ങനത്തെ കൊമ്പുകൾ കൊണ്ടും അങ്ങനത്തെ പലകൊണ്ടും ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കേട്ടോ. നല്ല വെയിറ്റിനിട്ടത് നല്ല ഒരു റൈനോന്റെ തല മരം കൊണ്ട് ഉണ്ടാക്കിയതാ. ഇത് മൊത്തം ഓസ്ട്രിച്ചിന്റെ എഗ്ഗാണ്. ഇതെന്നറിയോ, മുള്ളമ്പന്നീന്റെ മുള്ളാണ് ഇത്. കണ്ടോ ഇത് കണ്ടോ, മുതലേന്റെ തോലുകൊണ്ടുള്ള ബ്രേസ്ലെറ്റ്. അത് ക്രോക്കഡൈൽ ബ്രേസ്ലെറ്റ്, റൈറ്റ്? ക്രോക്കഡൈൽ ബ്രേസ്ലെറ്റ്. ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ കയറിയ പോലെ തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു ആഫ്രിക്കൻ മാർക്കറ്റിൽ കയറിയപ്പോൾ. കാരണം ഈ സൈഡിലുള്ള കടക്കാർ മുഴുവൻ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പിക്കാൻ നോക്കായിരുന്നു. ഇവിടെ ഒരു പെണ്ണ് എൻ്റെ അടുത്ത് എന്തെങ്കിലും വാങ്ങ ആദ്യത്തെ കസ്റ്റമറാന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. അതന്നെ ഭയങ്കര ഒരു കഷ്ടപ്പാടായിരുന്നു നമുക്ക് വീഡിയോ എടുക്കാൻ തന്നെ. ല്ലോ ഇവിടെ ലയൺ, സീബ്ര അങ്ങനത്തെ മൃഗങ്ങളെ കാണുന്ന സ്ഥലമുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് ക്രാഫ്റ്റ് മാർക്കറ്റ് മുഴുവൻ. പിന്നെ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാട്ടോ. ഇത് വേണ്ട മണലിട്ടൊക്കെ ഫുൾ ബീച്ച് തീമിലുള്ള റെസ്റ്റോറൻറ്റ്. ഇത് ടുട്ടുവിന് ആക്ച്വലി ഇഷ്ടമായിട്ടുണ്ട്. ആൾക്കാർ എന്തോ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഓ സ്നേക്ക് ആൻഡ് ലാഡർ അവർ കളിച്ചോണ്ടിരിക്കുന്നു. നൈസ്. ഇത് വേണ്ട നിലത്തന്നെ സ്നേക്ക് ആൻഡ് ലാഡർ. സമ്മർ ടൈമിലൊക്കെ ഇവിടെ നന്നായി കളിക്കാൻ പറ്റും. ഇത് ആക്ച്വലി ഒരു നല്ല സ്ഥലം തന്നെയാണ് വൺ ഡേ ട്രിപ്പിനൊക്കെ. കാരണം ഇവിടെ എല്ലാം ഉണ്ട്, മൃഗങ്ങളുണ്ട്, കളിക്കുന്ന സ്ഥലമുണ്ട്. ആ ഫുള്ളായിരിക്കും. ഈ കമീലിയൻ വില്ലേജ് എന്ന് പറഞ്ഞൊരു സ്ഥലം ക്രാഫ്റ്റ് മാർക്കറ്റ് മാത്രമല്ല, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ, പിന്നെ ഒരു ചെറിയ സൂ ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ സ്നേക്ക് പാർക്ക്. അപ്പോൾ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡേ ആയിട്ട് പിക്നിക്ക് പോലെ ചെയ്യാനുള്ള കുറേ ആക്ടിവിറ്റീസ് ഉള്ളൊരു സ്ഥലമാണ്. നമ്മളതൊക്കെ കണ്ട് കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ടോ.
നമ്മളപ്പോ ആ ഒരു ക്രാഫ്റ്റ് വില്ലേജിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാ. ഞാനൊരു കണക്കിനാണ് കഷ്ടിച്ച് പുറത്തിറങ്ങിയത്. കാരണം അവരെല്ലാവരും കൂടിയിട്ട് നമ്മളെ പിടിച്ച് നിർത്തിയാണ് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. ഇപ്പൊ നമ്മള് ഫുഡ് ലഞ്ച് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു നല്ലൊരു വിൻഡ് മിൽ റെസ്റ്റോറന്റ് ഉണ്ട് അതിനകത്ത് ഒരു കുറച്ച് ദൂരത്തായിട്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. നല്ലൊരു ഏരിയയൊക്കെയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു തന്നാൽ പിന്നെ നമുക്ക് അവിടേക്ക് ലഞ്ച് കഴിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ അങ്ങോട്ടോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ചന്ദ്രപ്പിക്കൊക്കെ വിശന്ന കുടലും കരിഞ്ഞ് ഒക്കെ ഇരിക്കുകയാണ്. പേഷ്യൻസ് ഒക്കെ പോയി മൊത്തത്തിൽ. അപ്പോൾ ടുട്ടു ആണെങ്കിൽ അതെ ടുട്ടു ഒരു ലോലിപ്പോപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ചന്ദ്രപ്പി എടുത്ത ബർഗർ, ടുട്ടു എടുത്തത് ബർഗർ, ഞാൻ എടുത്തത് ഫിഷും വെജീസും ചിപ്സും. കഴിക്കട്ടെ, ഭയങ്കര വിശപ്പുണ്ട്. ഇതെന്ത് ബട്ടർ ഫിഷ് എന്നാണ് പറഞ്ഞത്, ഇതെന്താണോ? അപ്പം നമ്മളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ ഐശ്വര്യ, ഇത് നമ്മുടെ ബാക്കിയുള്ള ചന്ദ്രപ്പയും ടുട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്തമ്മേ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി ട്ടാ. ബൈ ബൈ.